الله من لا نبي بعده وعلى آله وصحبه أجمعين. اتقوا الله عباد الله والعاقبة للمتقين. ഗൗരവപ്പെട്ട വിശ്വാസി അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നതായി സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന സ്വതക്ക ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. അൻത സദ്ദഖ വഅൻത സഹീഹ് ശഹീഹ് തഖ്ശൽ ഫഖർ വതഅമൽ അൽ-ഖൈർ. 4 കാര്യങ്ങൾ നിന്നിലുണ്ടായിരിക്കും. നീ ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക, അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന സ്വതക്ക. ഒന്നാമതായി സഹീഹ്, നീ ആരോഗ്യവാനായിരിക്കുമ്പോൾ. രണ്ടാമതായി ഷഹീഹ്, വിശുക്കുള്ള സമയം, അതായത് നമുക്ക് സമ്പത്ത് വിട്ടുകൊടുക്കാനുള്ള ഒരു മനപ്രയാസം, അതിനെയാണ് വിശുക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊടുക്കാനുള്ളൊരു മടി, അത് മനസ്സിലുള്ള അവസ്ഥ. അത് പൊതുവിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നതായി കാണാം. നഫ്സുകളിൽ വിശുക്ക് എന്നുള്ളത് അത് അതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. തഖ്ശൽ ഫഖർ, അതോടൊപ്പം ദാരിദ്ര്യത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ. നാലാമതായി വതഅമുൽ ഗിന, നീയാണെങ്കിൽ ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നു, ധന്യത സമ്പന്നത ആഗ്രഹിക്കുന്ന സമയം. അതോടൊപ്പം ദാരിദ്ര്യം വരുമോ എന്ന് ഭയപ്പെടുന്നത് അവസ്ഥ. അതോടൊപ്പം മനസ്സിൽ സമ്പത്ത് വിട്ടുകൊടുക്കാനുള്ളൊരു ഉണ്ടാകുന്ന അവസ്ഥ. അതുപോലെ തന്നെ ആരോഗ്യവാനായിരിക്കുന്ന അവസ്ഥ. ഈ 4 അവസ്ഥകളിലും നീ ഉണ്ടായിരിക്കുമ്പോൾ കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക. എന്നിട്ട് നീ എന്ത് ചെയ്യരുത്? തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നത് വരെ കാത്തിരിക്കരുത്. അപ്പോൾ നീ പറയും, ഇന്നയാൾക്ക് ഇത്ര കൊടുക്കാൻ പറയും. പക്ഷേ അതൊക്കെ ആരുടെയോ ആയിട്ടുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വതക്ക അത് തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഒരു ദറജയാണ്. നമ്മളുടെ പാപങ്ങളെ മായ്ച്ചു കളയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വെള്ളം തീയിനെ അണച്ചു കളയുന്നത് പോലെ നമ്മളുടെ പാപങ്ങളെ അണച്ചു കളയാൻ പ്രാപ്തിയുള്ള സൽക്കർമ്മങ്ങളാണ് സ്വതക്ക. കഴിയുന്നത് പോലെ ഈ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക തന്നെ ചെയ്യുവാൻ നമ്മളെ കൊണ്ടാകും വിധം നമ്മൾ പ്രയത്നിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൂടിയായി തീർന്നാൽ അത് വലിയ ജാരിയായ സ്വതക്കയായി തീരും. അല്ലാഹുവിന്റെ പള്ളികളിലേക്കും അതുപോലെ ഇൽമിന്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കും മറ്റുമെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിലായി തീർന്നാൽ അത് തീർച്ചയായും അല്ലാഹുവിനെ കടം കൊടുക്കുന്നതാണെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചു. അതിലൂടെ അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറാൻ നമ്മൾ പ്രയത്നിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.